തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. കേരളത്തിലേതുപോലെ തന്നെ കേരളത്തിലെ പോലെ കൊട്ടിക്കലാശോ ആഘോഷ പരിപാടികളോ ഒന്നും തമിഴ്നാട്ടിൽ ഇല്ല. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഉടൻ തന്നെ ചെന്നൈയിൽ പ്രചാരണം നടത്തും. സോളിംഗനല്ലൂരിലും സെയ്താപ്പേട്ടിലുമാണ് ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോ ഉള്ളത്. ആദിൽ പാലോടാണ് കുങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചെന്നൈയിലെ ചെപ്പോക്കിൽ നിന്ന് ചേരുന്നത്. ആദിൽ, 234 നിയമസഭാ മണ്ഡലങ്ങൾ, 4000-ലധികം സ്ഥാനാർത്ഥികൾ, 5 കോടിയിലധികം വോട്ടർമാർ, ഒരു തുടർഭരണമാണ് എം.കെ. സ്റ്റാലിൻ ലക്ഷ്യമിടുന്നതെങ്കിൽ ഒരു തിരിച്ചുവരവ് AIADMK ആഗ്രഹിക്കുന്നുണ്ട്. തന്റെ കരുത്തറിയിക്കണം. മുഖ്യമന്ത്രി സ്ഥാനത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ടി.വിക്ക് അധികാരം പിടിക്കുമെന്ന് തന്നെ വിജയ് ഉറച്ചു വിശ്വസിക്കുന്നു. ടി.വിക്ക് അണികളും അത് ഉറച്ചു വിശ്വസിക്കുന്നു. എത്രത്തോളം ആവേശം കാണാനുണ്ട്? അവസാനവട്ട പ്രതീക്ഷകൾ എങ്ങനെയാണ് ഈ മൂന്ന് മുന്നണികളുടെ? ഞാനിപ്പോൾ നിൽക്കുന്നത് ചെപ്പോക്കിലാണ്. ചെപ്പോക്ക് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ മണ്ഡലമാണ്. ഇതാ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട തലവരാണ് ഇവര്. അത് സമാനമായി എല്ലാവരും വലിയ ആവേശത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ചെപ്പോക്കിൽ ഇപ്പോൾ ബൈക്ക് റാലി നടക്കുകയാണ് എന്നുള്ളതാണ്. ബൈക്ക് റാലി ആരംഭിക്കുകയാണ്. ഉടനെ തന്നെ ഇവിടേക്ക് ഉദയനിധി സ്റ്റാലിൻ എത്തും. ഉദയനിധി സ്റ്റാലിന്റെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണയും ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ് ഇവിടെ ജയിച്ചിരുന്നത്. ഇത്തവണ വെற்றி யாருக்கோ கண்டிப்பான முறையில் திராவிட முன்னேற்ற கழகம் தான் வெற்றி பெறும். அது அதிகமான வித்தியாசத்துல வெற்றி பெறும். இந்த தொகுதி சேப்பாக்க திருவல்லிக்கேணி தொகுதி. இதுல நிக்கிறது உதயநிதி ஸ்டாலின் டெப்டி சிஎம். அதனால கண்டிப்பான முறையில் முந்தியோட இந்த தடவை நிறைய உதயசூரியன் சின்னத்துல தான் இந்த தடவை விட அதிகமான ஓட்டு வித்தியாசத்துல ஜெயிப்பார். உதயசூரியன் இல்ல ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ നമുക്കറിയാം. ഇവരുടെ തൊപ്പി കണ്ടാൽ നമുക്ക് അറിയാം. ഇവിടെ കരുണാനിധിയുണ്ട്, തൊട്ടടുത്ത് സ്റ്റാലിനുണ്ട്. പിന്നെയുള്ള നേതാവ് ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി സ്റ്റാലിൻ മുഖ്യമന്ത്രിയൊക്കെ ആകുമോ എന്ന ചോദ്യം ഉണ്ട്. ഉദയനിധി സ്റ്റാലിൻ കണ്ടിപ്പാ ഉദയനിധി സിഎം ആകും. 100% சிஎம் ஆகும். இது காண எப்படி இருக்கு? சூப்பரா இருக்கு. அருமை. ஆட்சி எப்படி இருக்கு? 100% அருமையா இருக்கு. மீண்டும் நம்ம தான் திமுக தான் மீண்டும். அதிமுக அது வேஸ்ட். அது 100 வேஸ்ட். ஃபிளாப் 100% வேஸ்ட். விஜய் ஸ்டாலின் பெஸ்ட். ஓகே பை. 100% வெற்றி உறுதி. 234 நாங்கதான். അതാണ് ഇപ്പോ ഇവിടെ നിന്ന് കടന്നു പോവുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടതാണ്. വലിയ ആവേശത്തിലാണ് ഇവിടെയുള്ള പ്രവർത്തകർ എന്നതാണ്. അല്പസമയത്തിനകം തന്നെ ഉദയനിധി സ്റ്റാലിൻ ഈ റാലിക്കൊപ്പം ചേർന്ന് പ്രചരണങ്ങളിൽ പങ്കെടുക്കും. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ചെപ്പോക്കിലെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. ഏതായാലും വലിയ ആവേശം DMKയ്ക്കുണ്ട്. പ്രത്യേകിച്ച് സഖ്യ ശക്തി എന്നുള്ളതാണ്. കൂടുതൽ മുന്നണിയിൽ 20ഓളം കക്ഷികളെ എടുത്തിട്ടുണ്ട്. SDPI, CPM, CPI, ലീഗ് അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം TVK ആകട്ടെ മുഖ്യമന്ത്രി അത് വിജയ് തന്നെ ആയേ മതിയാകൂ, അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് TVK നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. 2 മണ്ഡലങ്ങളിൽ വിജയ് മത്സരിക്കുന്നുണ്ട്. ഏതായാലും AIADMKയുടെ ഭാഗത്ത് നോക്കിയാൽ BJPയും AIADMKയും ചേർന്ന് NDA ആയിട്ടാണ് മത്സരിക്കുന്നത്. ഇത്തവണ അധികാരം പിടിച്ച് എടപ്പാടി പളനിസ്വാമി തന്നെ മുഖ്യമന്ത്രിയായി വീണ്ടും വരുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും തമിഴ്നാട്ടിൽ NDA സഖ്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ആ രൂപത്തിൽ പ്രതീക്ഷകളൊക്കെ വലുതാണ്. വിവാദങ്ങളുണ്ട്, ചർച്ചകളുണ്ട്, വാക്പോരുണ്ട്. ഒരു മാസ് സിനിമ പോലെയാണ് ഒരുപക്ഷെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദയനിധി സ്റ്റാലിനും എല്ലാവരും എത്തി. ഇപ്പോൾ ഉച്ചസമയത്ത് വലിയ ചൂടായതിനാൽ പ്രചരണം ഉണ്ടാകില്ല. കേരളത്തിലേതുപോലെ കൊട്ടിക്കലാശമില്ലെങ്കിലും ഒരു വാഹന പ്രചരണ ജാഥ പോലെ, കാൽനട ജാഥ പോലെയുള്ള പ്രചരണങ്ങളാണ് നേതാക്കന്മാർ ഇന്ന് നടത്തുക. 6 മണിയോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കും. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് തമിഴ്നാട് വിധി എഴുതുക. ചെന്നൈയിലെ ചെപ്പോക്കിൽ നിന്നാണ് ആദിൽ പാലോട് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം, തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ തുടർഭരണം ഒരൊറ്റത്തവണ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് AIADMK ആണ് ആ തുടർഭരണം നേടിയത്. അതായത് DMK ഇതുവരെ മുത്തുവേൽ കരുണാനിധിക്ക് പോലും സാധിച്ചിട്ടില്ല ഒരു തുടർഭരണം നേടാൻ. പക്ഷേ ഇത്തവണ 2026 ഒരു തുടർഭരണം നേടിയെടുക്കും എം.കെ. സ്റ്റാലിൻ എന്ന ഉറച്ചു വിശ്വസിക്കുകയാണ് DMKയുടെ അണികൾ. അത് തന്നെയാണ് അവരുടെ ഒരു ആവേശത്തിനുള്ള പ്രധാനപ്പെട്ട കാരണവും. പക്ഷേ AIADMKയും അതുപോലെ TVKയും കരുത്തുറ്റ ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ. കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്നുള്ളത്.